പെരിന്തൽമണ്ണ അല്ല അത് മണ്ഡലം നജീബ് കാന്തപുരം പിന്നെ അതുപോലെ CPM-ന്റെ ആരാ നിൽക്കുന്നത് മുഹമ്മദ് അനീഫാണ് നിൽക്കുന്നത് അല്ലേ എന്താണ് അനീഫക്ക് വല്ല ചാൻസ് ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം നജീബ് കാന്തപുരം വെറും 300 ചില്ലാർ വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചല്ലേ ഇവിടെ വെറും 38 വോട്ടിന് ഓ അപ്പൊ ആ ഒരു ഫൈറ്റ് ഈ പ്രാവശ്യം ഉണ്ടോ അതിനേക്കാൾ നല്ല ഫൈറ്റ് ആവുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനെക്കാട്ട് ആയിരിക്കാം മുൻതൂക്കം വരുന്നത് വെച്ചാല് നിലവിലുള്ള സർക്കാർ ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങള് കണ്ടില്ല എന്ന് പഠിക്കാന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും പോലെ പെരിന്തൽമണ്ണ ജനങ്ങൾക്കും അങ്ങനെ ചിന്തിക്കാനാവില്ലല്ലോ എന്താ വെച്ചാല് കേരളത്തിലെ എല്ലാ സ്ഥലത്തും റോഡുകളായിട്ടും പാലങ്ങളായിട്ടും സ്കൂളുകള് ക്ഷേമ പെൻഷനുകൾ എല്ലാം തന്നെ നല്ലപോലെ നല്ല ജനങ്ങൾക്ക് ജനക്ഷേമപരമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത സർക്കാരാണ് അത്തരം പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുമ്പോൾ ആ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ചിട്ടല്ലേ ജനങ്ങള് ചിന്തിക്കുക അപ്പോ ഇപ്രാവശ്യം എന്തായാലും മുഹമ്മദ് ഹനീഫ ജയിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് ഹനീഫ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് CPM-ന്റെ നജീബ് കഴിഞ്ഞ 5 വർഷത്തെ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്തിട്ടുണ്ടോ നജീബ് കാന്തപുരം മുഴുവൻ സമയം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നുള്ള സത്യമാണ് പക്ഷേ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ വോട്ടർ നിലയ്ക്ക് നമ്മൾ ചിന്തിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എടുത്തു പറയപ്പെട്ട ഒരു പദ്ധതികളും കേരളത്തിൽ പെരിന്തൽമണ്ണയിൽ വന്നിട്ടില്ല ഒരു എടുത്തു പറയപ്പെട്ട ഒരു വികസനത്തിൽ ഒരു സാധനം പോലും എന്തെങ്കിലും ഒരു സംരംഭം പെരിന്തൽമണ്ണ ഉള്ളതായിട്ട് നമുക്ക് ആർക്കും ചൂണ്ടിക്കാണിക്കാനാവില്ല ഇല്ലല്ല അതൊരു പോരായ്മ തന്നെയാണ് ജനങ്ങൾ ചിന്തിക്കും കേരള സർക്കാരിന്റെ എന്തെങ്കിലും പദ്ധതികളോ ഈ മണ്ഡലത്തിൽ വന്നിട്ടില്ല MLA നിലയ്ക്ക് അത് ഈ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ MLA-ക്ക് ഒരു പരാജയമായിട്ടാണ് MLA-യുടെ പരാജയമായിട്ടാണ് ഞങ്ങൾ വിലയിരുത്തുന്നത് നിങ്ങള് ഒരു പാർട്ടി വൈസ് ആണോ അല്ലെങ്കിൽ സാധാരണ ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഇതുപോലത്തെ ഒരു സാധാരണ ആളുകളാണ് എല്ലാ സ്ഥലത്തും വികസനം കേരളത്തിലെ എല്ലാ സ്ഥലത്തുള്ള പോലെ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ വികസനം വരണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണ വോട്ടർ നജീബ് കാന്തപുരം ഉണ്ട് ഹനീഫുണ്ട് അറിയില്ല നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്താ ജയിക്കാൻ സാധ്യത നജീബ് കാന്തപുരം വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കൂല കഴിഞ്ഞ പ്രാവശ്യത്തെ മാറ്റി 10,000-ന്റെ ഭൂരിപക്ഷം ഉണ്ടാവും ഇലക്ഷന്റെ സർവേക്കാണ് അപ്പോ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ് ഹനീഫാണ് നജീബ് കാന്തപുരത്തിന് കഴിഞ്ഞ പ്രാവശ്യം 35 വോട്ടിനാണ് തോന്നുന്നു നാട്ടുകാരനാണ് പിന്നെ ഇയാൾ പിലാമന്തോട് പഞ്ചായത്തിൽ 3 പ്രാവശ്യം പ്രസിഡന്റായിരുന്ന ആളാണ് ഓ അറിയാം ജനസ്വാധീനമുള്ള ആളാണ് സാധ്യത ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വളരെ ഭൂരിപക്ഷം കുറവിലാണല്ലോ അദ്ദേഹം തന്നെ തോറ്റത് കഴിഞ്ഞ പ്രാവശ്യം അല്ല ഇവിടെ വേറെ ആളെ ഇപ്രാവശ്യം ഹനീഫനെ ആക്കിയതാ ഹനീഫ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം ചിഹ്നം സ്വതന്ത്രനാണ് അങ്ങനെ ഞാൻ കോഴിക്കോട് കേട്ടാ ഞാനൊരു ഇലക്ഷൻ സർവേ ആണ് ജയിക്കാൻ സാധ്യതയുള്ള ആരാണ് ജയിക്കാൻ സാധ്യതയുള്ളതാണ് നജീബ് കാന്തപുരം ഉണ്ട് ഹനീഫുണ്ട് നജീബ് കാന്തപുരം നിങ്ങളെ അഭിപ്രായത്തിൽ ഹനീഫാണ് അല്ലേ ഓക്കെ നിങ്ങളെ അഭിപ്രായത്തിൽ ആരാ അറിയില്ല എന്താണ് നിങ്ങളെ അഭിപ്രായത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ഇവിടെ UDF ആണ് അല്ലേ ഓക്കെ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ നജീബ് കാന്തപുരം തന്നെ മാറ്റമൊന്നുമില്ല ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ് ഇവിടെ പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം ഉണ്ട് ഹനീഫുണ്ട് CPM-ന്റെ ഹനീഫ 5 വർഷം 3 വർഷത്തോ ഇവിടെ എന്തോ ഇതായതാ പ്രസിഡന്റ് ആയതാ എന്തെങ്കിലും ചാൻസ് ഉണ്ട് ഹനീഫക്ക് ചാൻസ് പറഞ്ഞാൽ ഇവിടെ രണ്ട് പാർട്ടിക്കാർക്കും ഏകദേശം ഒപ്പാണ് അല്ലേ പറയാൻ കഴിയില്ല അപ്പൊ ജയിക്കാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തിലെ ഭരണത്തിൽ വരുള്ളൂ ഒരുപാട് പെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണ്ടല്ലോ അത് ലീഗരും കോൺഗ്രസുകാരും BJP-ക്കാരും ഒക്കെ വാങ്ങണുണ്ട് എല്ലാരും വാങ്ങുന്നുണ്ട് എല്ലാരും ആസ്വദിക്കുന്നുണ്ട് അപ്പൊ LDF വരാൻ ചാൻസ് ഓക്കെ നിങ്ങളിപ്പോ നേരത്തെ സംസാരിച്ച് നിങ്ങൾക്ക് വോയിസ് പോയിക്കിന് എന്താണ് ഇവിടെ ജയിക്കാൻ സാധ്യത നജീബ് കാന്തപുരത്തിന് ചാൻസ് ഉണ്ടോ രണ്ടാൾക്കും ഒരേപോലെയാണ് ആർക്കും വേണമെങ്കിൽ ജയിക്കാം കഴിഞ്ഞ പ്രാവശ്യം 35 വോട്ടിനാണ് ഭൂരിപക്ഷത്തിലാണ് നജീബ് കാന്തപുരം ജയിച്ചത് അതിനുശേഷം അദ്ദേഹം 5 വർഷം ഇവിടെ മണ്ഡലത്തിൽ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായിരുന്നോ അത് മൊത്തത്തിൽ ടൗൺ വികസിക്കുന്ന അനുസരിച്ച് ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാവുന്നല്ലേ ഇപ്പൊ ഇവിടെ ട്രാഫിക് ലൈറ്റ് ഒക്കെ വന്നു ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞു പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് അത് നിങ്ങൾക്ക് അതൊക്കെ സംഭവം റെഡിയാണ് പക്ഷെ ഡെവലപ്പ് ആവാണ് ടൗൺ ഡെവലപ്പ് ആകുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ റിമോട്ട് അത് എവിടെ ഏത് റോഡാ തിരക്കിച്ച് അവിടെ തുറന്നു വിടും ശരി ലെഫ്റ്റ് ഓട്ടോറിക്ഷക്കാർക്ക് പോകാൻ പറ്റൂല പിന്നെ നമ്മള് ട്രാഫിക് തെറ്റിപ്പോയാൽ നമ്മൾ നേരക്ക് ചാടുക വണ്ടിക്കാർക്ക് കുഴപ്പമില്ല ഒരു ഇലക്ഷന്റെ സർവ ജയിക്കാൻ സാധ്യത ആരൊക്കെയാണ് നജീബ് കാന്തപുരം ഉണ്ട് ഹനീഫുണ്ട്
പാർട്ടിയിലില്ല. മോനിക്ക് വോട്ടുണ്ടോ? ആർക്ക് ചെയ്യണേ? ജി വലിയ ആളായിക്കണല്ല, തന്നില്ലേ വോട്ട്? നിന്റെ വോട്ട് ഇത് ഇനി ഒരു ഇലക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ആരാണ്? നജീബ് കാന്തപുരം ഉണ്ട്, അനീഫുണ്ട്. അനീഫാണ് ജയിക്കുക അല്ലേ? ശക്തമായിട്ട് വരും. ഓക്കെ. ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? അനീഫാണ്. കഴിഞ്ഞ പ്രാവശ്യം നജീബ് കാന്തപുരം വെറും 35 വോട്ടിനാണ് ജയിച്ചത്. ഇപ്രാവശ്യം മത്സരം നജീബ് കാന്തപുരം 5 വർഷം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നന്മകൾ എന്തെങ്കിലും ചെയ്തതായിട്ടൊന്നും കാണുന്നില്ല. അപ്പൊ ശക്തമായിട്ട് തന്നെ ഇവിടെ തിരിച്ചു പിടിക്കും. ഓക്കെ, റൈറ്റ്. ഞാനൊരു ഇലക്ഷന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്. ഇലക്ഷന്റെ ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാ? നജീബ് കാന്തപുരം ഉണ്ട്, UDF, പിന്നെ LDF ഉണ്ട്, അനീഫ. ആരാ ജയിക്കുക? അനീഫാണ്. നിങ്ങൾ അനീഫിന്റെ ആളാരേ? പിന്നെ ഇത്രയും സ്ത്രീകൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ പെൻഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഈ സർക്കാരിനെല്ലാവരും ഞാൻ ഒരു ഇലക്ഷന്റെ ക്വസ്റ്റാണ്, സർവേ ആണ്. ജയിക്കാൻ സാധ്യതയുള്ളവരാണ്. അനീഫുണ്ട്, നജീബ് കാന്തപുരം ഉണ്ട്. ഞങ്ങളിപ്പോ ഒന്നും പറയില്ല. ഞാൻ ഒരു ഇലക്ഷന്റെ സർവേക്ക് വന്ന ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? നജീബ് കാന്തപുരം ഉണ്ട്, അനീഫുണ്ട്. ഇടതുണ്ട് നജീബ് കാന്തപുരം. നിങ്ങളെ അഭിപ്രായത്തിൽ? വണ്ടൂരാ. ഓക്കെ, ബൈ. ഞാനൊരു ഇലക്ഷന്റെ സർവേക്ക് വന്ന ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണ്? നജീബ് കാന്തപുരം ഉണ്ട്, അനീഫുണ്ട്. നജീബായിരിക്കും അല്ലേ? ബലാബലുണ്ടോ? നജീബ് ജയിക്കും. നിങ്ങളുടെ അഭിപ്രായത്തിൽ? നജീബ് തന്നെ എപ്പം പാടി ജയിക്കും അല്ലേ? നജീബ് കാന്തപുരം വളരെ കുറഞ്ഞ വോട്ട്, 35 വോട്ടിനെ ജയിച്ചത്. ഇപ്രാവശ്യം വല്ല സാധ്യത ഉണ്ടോ നജീബിന്? സാധ്യത കുറവാ. നല്ല സ്ഥലത്തന്നെ എത്തിപ്പെട്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ? ആഗ്രഹം. പക്ഷേ ഇവിടുത്തെ ഈക്വലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ? ഇവിടെ നജീബ് കാന്തപുരം ജയിക്കാൻ സാധ്യതയുണ്ടോ? യെസ് ഓർ നോ? പെണ്ണുങ്ങൾക്ക് വരെ പെട്ടെന്ന് മറുപടി കിട്ടും. നിങ്ങൾ ഇപ്പൊ ആരാ ജയിക്കുക? നജീബ്. നിങ്ങളെ അഭിപ്രായത്തിൽ? നജീബ്. എന്താണ് നജീബ് കാന്തപുരത്തിന് ചാൻസ് ഉണ്ട് ഇവിടെ? വാപ്പി എന്ന് പറയുന്നത് അനീഫ ജയിക്കും അല്ലേ? വാപ്പി എന്നുള്ള മുമ്പ് ഷോർട്ട് വാപ്പുകാക്കാന്ന് വിളിക്കല്ലേ അല്ലേ? അപ്പം ഇവിടുത്തെ സ്വന്തം ആൾ തന്നെയാണ് അനീഫ്ക. ഓ, എല്ലാ ന്യൂ ചങ്കുകളെ, ന്യൂ ജനറേഷൻ ചങ്ക് എന്താണ്? പുതിയ യുവത്വത്തിന്റെ വോട്ട് ആയിരിക്കും കൊടുക്കുക? ഈ പുതിയ യുവത്വത്തിന്റെ വോട്ട് ആയിരിക്കും കൊടുക്കും? വോട്ടില്ലേ? ഈശൊക്കെ വളർത്തിക്കണല്ലോ. ഇവൻക്കുണ്ട്, താടിയുണ്ട്. എന്താ ആര് ജയിക്കും ഇവിടെ? അറിയില്ല. ഷോ, നാലൊരു ക്ലൂ അവിടെ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, ട്രോൾ ചെയ്യുന്നുണ്ട്. സീക്രട്ടാ? ഓക്കെ. എന്താണ് അഭിപ്രായം? പാലക്കാടായിരിക്കും. ഷാഫി പറമ്പിൽ എന്തെല്ലോ ആക്കിക്കിനെ അല്ല രാഹുൽ മാങ്കോട്ടത്തില്. പറ അവിടെ എന്താ സ്ഥിതി? അറിയില്ല. അവിടെ രാഹുൽ മാങ്കോട്ടത്തിൽ പാലക്കാടിന്റെ ആളാട്ടത്. അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ചരിത്രം നോക്കിയപ്പം കാന്തപുരം നജീബ് കാന്തപുരം അല്ലേ? അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പെരിന്തൽമണ്ണ ഭാഗത്ത് 35 വോട്ടിനാണ് ജയിച്ചത്. ഇപ്രാവശ്യം അത് ഭൂരിപക്ഷം കൂടുമോ നജീബ്? അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥിയായ ഹനീഫ്ക ഇവിടെ ജയിച്ചു കയറോ? എന്താണ് ഇവിടുത്തെ മണ്ഡലത്തിൻ്റെ സ്ഥിതിയൊക്കെ? കുറി കഞ്ഞി നിൽപ്പാണെങ്കിലും ശരി, ഹനീഫ ജയിക്കാനാണ് സാധ്യത. അതെന്താ? നജീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വികസനം നടത്തിയതായിട്ട് എടുത്ത് പറയാനും. നജീബ് 5 വർഷം പട്ടാമ്പി റോഡ് ഈ അവസ്ഥയിലായിട്ട് കാലങ്ങൾ കുറേ. ഈ നജീബ് വന്നിട്ട് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ ഓന് കല്യാണങ്ങൾ അല്ലെങ്കിൽ മരണ വീട് ഇത് സന്ദർശിക്കല്ലാതെ ഈ MLA കൊണ്ട് ഈ ഒരു ഇതിൽ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ യാതൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. റോഡുകളൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞത് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ. ഇയാളുമായിട്ട് തന്നെയാണ്. ആ ഫണ്ട് എവിടെ പോയി? ഒന്നും ചെയ്തില്ല. ആ ഫണ്ട് അയാളെ എന്താ ചെയ്തത്? ഇവിടെ അയാളെ ഫണ്ടുമായിട്ട് ജനങ്ങൾ അറിയണ രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾ പറഞ്ഞാണ്. ഒന്നുമില്ല. അപ്പോൾ അടുത്തതിന് വരികയാണെങ്കിൽ തന്നെ ഇയാൾക്ക് വോട്ട് കിട്ടൂല 100%. ഉറപ്പാണ്. ഞാൻ പാർട്ടിയുടേതായിട്ട് പറയുന്നതല്ല, ഞാനത് നിഷ്പക്ഷമായിട്ട് പറയാം. ഈ നജീബ് കാന്തപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനങ്ങളെ ഈ ഇലക്ഷൻ ടൈം ആകുമ്പോൾ ഒന്ന് വന്ന് കാണുക. അതല്ലെങ്കിൽ കാര്യം ചെയ്യുന്നുണ്ട്, വല്ല കല്യാണം, വല്ല ഭരണ വീട്, ഇതൊക്കെ അങ്ങനെയാണ് മെയിനായിട്ട് വരുന്നത്.